നമ്മുടെ സിറ്റി വണ്ണിൽ പുതിയൊരു പെനാൽറ്റി സ്പോട്ട് വന്നിട്ടുണ്ടെന്നൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം വന്ന സ്ഥിതിക്ക് നമ്മളവിടെ പോകാണ്ടിരിക്കുന്ന മോശമല്ലേ? അപ്പോൾ എന്തായാലും ഗെയ്സ് ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ സിറ്റി വണ്ണിലെ ഫ്ലാറ്റ് ഞാനുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഗെയ്സ്. എൻ്റെ കൂടെ ക്രിസൊന്നുമില്ല. ക്രിസിനെന്തോ വേറെന്തോ ആവശ്യം കാരണം അവൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. എന്തായാലും എനിക്ക് ഒറ്റയ്ക്കൊന്നും പെനാൽറ്റി ഷൂട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കുറച്ച് മച്ചന്മാരെ വിളിച്ചിട്ടുണ്ട്. അവർ വരുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ചെന്ന് നോക്കാം. ഞാനിതൊരു മീറ്റപ്പായിട്ടൊന്നും അല്ല വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ മീറ്റപ്പായിട്ട് വെക്കാം. പക്ഷേ മീറ്റപ്പായിട്ട് വെച്ച് കഴിയുവാണെങ്കിൽ എല്ലാവരും കൂടെ വരുമ്പോൾ അത് ചെറിയൊരു അലമ്പായി പോകും കേട്ടോ. നമ്മൾ പെനാൽറ്റി ഷൂട്ടെന്ന് പറഞ്ഞാൽ 2 പേര് വെച്ച് ചെയ്യുന്നൊരു സംഭവമാണല്ലോ. ഇതൊരു ഫുട്ബോൾ മാച്ച് അല്ലായിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാമായിരുന്നു. പക്ഷേ നോക്കാം ഗൈസ്, നമുക്ക് അവിടുത്തെ സാഹചര്യമൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും നേരെ താഴേക്ക് അങ്ങ് പോയേക്കാം. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാറും കൊണ്ടാണ് പോകുന്നത്. M5 ഒന്നും അല്ല, വേറൊരു വണ്ടിയാണ്. അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഏണ്ട അവിടെ ആ ഒരു പോർച്ചിൽ കിടക്കുന്ന കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പോഴേ വണ്ടി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതിലാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണെന്നറിയില്ല ഗൈസ്, ഇവിടെ വരുമ്പോൾ ഈ ഒരു ചേട്ടനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. അപ്പം എന്നും ഞാൻ ഈ ഒരു ഫ്ലാറ്റിലാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ആ ചേട്ടനോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുക. അപ്പോൾ അതേ നമ്മുടെ ഡുറാങ്കോയിലാണ് കേസ് നമ്മളിന്ന് പോകാനായിട്ട് തുടങ്ങുന്നത്. വണ്ടി എന്തായാലും ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇവിടെ കിടക്കുകയാണ്. കുറേ നാളായി നമ്മുടെ ചെറുക്കനെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് എടുത്തിട്ട്. ഒരുപാട് വണ്ടികൾ ഉള്ളത് കൊണ്ട് കേസ് എല്ലാ വണ്ടിയൊന്നും നമുക്കങ്ങനെ എപ്പോഴും എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ എടുക്കാതെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ പുറത്തോട്ട് പോകുവാണെങ്കിൽ ആരായാലും തിരിച്ചറിയും. കാരണം നമ്മുടെ ചാനലിൻ്റെ ലോഗോ തന്നെ വണ്ടിയുടെ സൈഡിലുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. വണ്ടിയുടെ അകമൊക്കെ എന്തായാലും നല്ല ക്ലീനായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേസ് ഇവിടുന്ന് റിവേഴ്സ് എടുത്ത് നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു പെനാൽറ്റി ഷൂട്ട് വരുന്നത്. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ മച്ചന്മാരെല്ലാം ഇവിടെ വന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോസ്റ്റ്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലും, പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചേക്കുന്ന എന്തായാലും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടുന്ന് എവിടെ നമുക്ക് റൈറ്റാണ് എടുക്കേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ ആ റോഡിലാണ് കേട്ടോ നമുക്ക് റൈറ്റ് എടുക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഇതുവഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്ത ഈ ഒരു സെയിം സ്ഥലത്ത് തന്നെയായിരുന്നു. ഈ പെനാൽറ്റിയുടെ ഈ ഒരു സംഭവം ഇരിക്കുന്ന സ്ഥലം കാണാനായിട്ട് അത് ശരിക്കും നൈറ്റ് ലൈഫിൻ്റെ ഒരു ഏരിയയാണ്. അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഏതാണ്ട് ഇപ്പം നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെയായാലും നമുക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തേക്കാം. എന്തുകൊണ്ട് ഇവിടെ നോ കാർസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതെന്താണ് അവിടെ എഴുതിയേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓക്കെ കാർ സെയിലിൻ്റെ എന്തോ സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി ഇട്ടേക്കാം. ഇവിടെ വണ്ടി ഇട്ട് കഴിയുവാണെങ്കിൽ വണ്ടിയിൽ വന്ന് ബോളൊന്നും അടിക്കത്തില്ലല്ലോ അല്ലേ? വണ്ടിയിൽ ബോൾ അടിക്കുവാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഗ്ലാസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഓക്കെ, അതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ മാച്ച് കാണാനായിട്ട് വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ കൈയൊക്കെ അടിക്കുന്നുണ്ട്. എന്തിനാണ് കൈ അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവിടെ മാച്ചോ ഒന്നും നടക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് അവരുടെ തൊട്ട് ബാക്കിൽ ഒരു അടിപൊളി ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. CPM ഫുട്ബോള്, CPM സമ്മർ ഷോ ഡൗൺ എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയേക്കുന്നത്. എന്തോ ഈവൻ്റാണ് കേട്ടോ, ഈവൻ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും എനിക്കെന്തായാലും ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് പറ്റത്തില്ല, വേറെ ആരും ഇപ്പം വന്നിട്ടില്ല. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഗൈസ് കുറേ നേരത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം എന്തായാലും നമ്മുടെ ഒരു മച്ചാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വേറെ ആരും വന്നിട്ടില്ല, ഈ ഒരു മച്ചാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അതൊരു വെറൈറ്റി കാറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു കാർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ജസ്റ്റ് ഒരു വിൻറ്റേജ് ടൈപ്പ് ഒരു കാറാണെന്ന് തോന്നുന്നു. ഇത് ഏതാ കാറെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഏതാ കാറെന്ന്. എന്തായാലും വണ്ടി കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ മച്ചാനെ എങ്ങനെയാ നമുക്ക് പെനാൽറ്റി ഷൂട്ട് ചെയ്താലോ? പിന്നല്ല ചെയ്തേക്കാം. ഞാൻ ഇന്ന് ഫുൾ ഓൺ ഫുൾ പവർ നിൽക്കുകയാണ്. മച്ചാനെ ഞാൻ തോപ്പിക്കും കേട്ടോ. എന്നെ തോപ്പിക്കാൻ അത് വെറും മോഹം മാത്രമാണ് ബ്രോ. ഗൈസ് അവൻ എന്നെ തോപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അവനെ കണ്ടിട്ട് അവനൊരു പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്ത് വേണേലും നടക്കും. ഞാൻ എന്തായാലും വേണ്ട റിക്വസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മച്ചാനാണ് ആദ്യമായിട്ട് അടിക്കാനായിട്ട് പോകുന്നത്. മേളിൽ കാണുന്നതാണ് എൻ്റെ സ്കോർ, താഴെ കാണുന്ന മച്ചാൻ്റെ സ്കോർ. അപ്പം ഇതെങ്ങനെ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും അതെന്തൊരു അടിയാണ് മച്ചാനെ അടിച്ചത്. അപ്പുറത്തെ പറമ്പിൽ ചെന്ന് കേട്ടോ. എന്തായാലും നമ്മൾ സേവ് ആയി. ഓക്കെ, അടുത്ത എൻ്റെ ഷൂട്ടാണ്. അപ്പം ഞാൻ കുറച്ച് സൈഡിലോട്ട് വെച്ചൊന്ന് അടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഇത് മതിയല്ലേ? ഓക്കെ, അപ്പം കറക്റ്റ് കയ്യിലോട്ട് കൊടുത്തു. അതെന്താണ് ഞാൻ കാണിച്ചത്? ആദ്യമൊക്കെ അങ്ങനെയാണ് ഗെയ്സ്, ആദ്യമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പിന്നാണ് നമ്മൾ അങ്ങോട്ട് പവറാകാൻ പോകുന്നത്. ഓക്കെ, അത് ഗോളായി കേട്ടോ. അപ്പോൾ മച്ചാനിപ്പോൾ 1 കിട്ടിയിരിക്കുകയാണ്. ടോട്ടൽ 5 കയറേണ്ടത്.
അപ്പോൾ ഇതെന്തായാലും ഗൈസ് ഞാൻ ഗോൾ ആക്കിയിരിക്കുവേ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഗോൾ ആക്കുമെന്ന്. അത്രേ ഉള്ളൂ, സിമ്പിൾ സാധനം, സിമ്പിൾ. എനിക്ക് ആ ഒരു നാക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ സെറ്റായിട്ട് ഗോൾ അടിക്കുന്നത്. ഇനി മച്ചാനാണ് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ തന്നെ ആ ഒരു സൈഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ മച്ചാൻ അടിച്ചത്. കുഴപ്പമില്ല. അവന് 2, എനിക്ക് 1 എന്നുള്ള രീതിയിലാണ് ഇപ്പം കിടക്കുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ്. ലേശം സ്പീഡ് കൂടിപ്പോയി കേട്ടോ. അത് നേരെ ആ ഒരു പോസ്റ്റലിൽ തട്ടി അപ്പുറത്ത് പോയി. ചേടാ, ഞാൻ തോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം അടിച്ച വീരവാദമൊന്നും ഇപ്പം ഞാൻ കാണുന്നില്ലല്ലോ. അടുത്തത് നമ്മൾ സേവ് ചെയ്തിരിക്കുകയാണ് ഗേസ്. പക്ഷേ അത് മച്ചാൻ പോസ്റ്റൽ അടിച്ച് കളഞ്ഞതാണ്. അപ്പോൾ അടുത്ത എൻ്റെ ചാൻസ് ആണ് കേട്ടോ. ഞാൻ നേരെ അടിച്ച് നോക്കട്ടെ. നേരെ അടിക്കുമ്പം അവൻ അനങ്ങി പോലുമില്ല. കറക്റ്റ് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ ഗേസ്. നമ്മളെന്തായാലും ഒരു റീമാച്ചും കൂടെ കൊടുക്കുന്നതായിരിക്കും. ഇതൊരു ട്രയലാണ് കേട്ടോ. ഇത് ട്രയലായിരുന്നു. അപ്പോൾ അടുത്തായിരിക്കും റിയൽ മാച്ച്. ഇതിൽ ഞാൻ എന്തായാലും തോറ്റുപോയി. അത് ട്രയലാണല്ലോ. ആദ്യം നമുക്കിതിൻ്റെ നാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി ചെയ്തൊരു സംഭവം. ഓക്കെ, അപ്പോൾ എന്താണ്ട് റിയൽ മാച്ചിൽ ഞാൻ ഗോൾ അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത്രേ ഉള്ളൂ. അടുത്ത മച്ചാൻ്റെ ഷൂട്ടാണ്. ഞാൻ ഇതെന്തായാലും സേവ് ചെയ്തിരിക്കും ഗൈസ്. എൻ്റെ മോനെ, എന്തായാലും മച്ചാൻ ഇച്ചിരി കുറച്ച് സ്പീഡിലാണ് കേട്ടോ അടിച്ചത്. കുഴപ്പമില്ല. അടുത്തത് എൻ്റെ ചാൻസാണ്. ഞാൻ കുറച്ച് ഒരു റൈറ്റ് സൈഡിലോട്ട്. എടാ, സ്പീഡ് കുറഞ്ഞു പോയടാ. അത് എൻ്റെ പൊന്നു കേസ്, അത് നൈസായിട്ട് ഗോളായേനെ. സ്പീഡ് കുറഞ്ഞു പോയി. ഇതാണ്ട് പിന്നെയും ഗോളായി കേട്ടോ. മച്ചാനിപ്പം 2, എനിക്ക് 1 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ ഗേസ്, ഗോൾ കണ്ടോ, സിമ്പിൾ ഗോൾ. അത്ര മച്ചാൻ മുമ്പേ അടിച്ചത് ഗോളല്ലായിരുന്നോ? എന്തോ സംഭവിച്ചല്ലോ അവിടെ. ഓക്കെ, അപ്പം അടുത്തായിട്ട് ഗേസ് ഞാൻ ഈ ഒരു മേളിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അത് താഴെ വെച്ചിരുന്നെങ്കിൽ സെറ്റായേനെ. കുഴപ്പമില്ല. 2-2 എന്നുള്ള രീതിയിലാണ് ഗേസ് ഇപ്പം കറൻ്റ്ലി കിടക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഗോൾ. അത്രേ ഉള്ളൂ. അപ്പോൾ അത് 3-2. ഇതിൽ നമ്മൾ ജയിക്കുമെന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുപോലത്തെ കളിയല്ലേ കളിക്കുന്നത്. അത്രേ ഉള്ളൂ ഗേസ്, സിമ്പിൾ. അപ്പോൾ അടുത്ത എൻ്റെ ചാൻസാണ്. ഇത് നമ്മൾ ഗോളാക്കിയിരിക്കും. ഓക്കെ, ഗോളാക്കണം. കറക്റ്റ്, അത്രേ ഉള്ളൂ, സിമ്പിള്. ഓക്കെ, എന്തായാലും ഗേസ് നമ്മൾ ജയിച്ചിരിക്കണം. ഞാൻ പറഞ്ഞില്ല ഞാൻ ജയിക്കുമെന്ന്. വിക്ടറി അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വൈബ് മച്ചാനെ, സീനില്ല. ബ്രോ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കളിച്ചത്. എനിക്ക് വിഷമമൊന്നുമില്ല. ബ്രോ നല്ല അടിപൊളിയായിട്ടാണ് കളിച്ചത്. പക്ഷെ ആദ്യം ഞാൻ ജയിച്ചല്ലോ, എനിക്കത് അധികാര്യമൊന്നുമില്ല. അത് ട്രയലായിരുന്നു കേട്ടോ. ട്രയൽ ജയിച്ചിട്ടൊരു കാര്യമില്ല. ട്രയലാണോ എന്താണോ, നവൻ വെയിറ്റ് ഒന്ന് തോപ്പിക്കാൻ പറ്റിയല്ലോ. എനിക്കത് തന്നെ ധാരാളം. ഞാൻ എന്തായാലും ഗേസ് ജയിച്ചിരിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ പെനാൽറ്റി ഷൂട്ടുകൾ ഞാൻ ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വണ്ടി അവിടെ കൊണ്ടിട്ടത്. ഞാൻ ഇപ്പുറത്തല്ലേ പാർക്ക് ചെയ്തിട്ടെ. അപ്പോൾ ഈ ഒരു വണ്ടി കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ. അത്യാവശ്യം പഴയൊരു വണ്ടിയാണ്. എന്തായാലും ഒരു പഴയ വണ്ടിയിൽ കുറേ മോഡിഫിക്കേഷൻസും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പോയിലർ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളേഴ്സും കാര്യങ്ങളൊന്നും വണ്ടിയിൽ ചെയ്തിട്ടില്ല, കൂളിംഗ് ഒന്നും അടിച്ചിട്ടില്ല. എന്തായാലും ഓടിച്ചു നോക്കിയപ്പം വണ്ടി കേസ് അത്യാവശ്യം പവർ കൊള്ളാം. ഓടിച്ചുകൊണ്ടിരിക്കാനായിട്ട് രസമുണ്ട്. കണ്ടോ, ആ ഒരു ഫ്ലെയിമൊക്കെ വരുമ്പോൾ നൈസാണ് വണ്ടി കാണാനായിട്ട്. കുറച്ച് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കർ വർക്കും കൂടെ വണ്ടിയിൽ ചെയ്യുമ്പം അടിപൊളിയായിരിക്കും ഈ ഒരു വണ്ടി കാണാനായിട്ട്. പക്ഷേ ഈ ഒരു വണ്ടി ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വണ്ടിയുടെ പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് വേണ്ട ഒരു സിവിക്ക് വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ വർക്ക് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി സ്റ്റിക്കർ വർക്കാണ് ചെയ്തേക്കുന്നത്. ആ ഒരു വണ്ടി എവിടെ പോയാലും ആരായാലും ഒന്ന് നോക്കിപ്പോവും. പിന്നെ വേണ്ട ഒരു M4 വന്നിട്ടുണ്ട്. അതിൻ്റെ കളറും കൊള്ളാം കേട്ടോ. അല്ല ഗൈസ്, എൻ്റെ കാർ എന്ത് ചെയ്യും? ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടാണല്ലോ, ആരോ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു, കാണുന്ന പോലും ഇല്ല. പിന്നെ നമ്മുടെ ഈ ഒരു പെനാൽറ്റി ഷൂട്ടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ തന്നെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു നൈറ്റ് ലൈഫ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ബർഗേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിക്കാൻ പറ്റുന്നത്. നൈറ്റ് ഇവിടെ വേണം, നൈറ്റ് ഇവിടെ വരാൻ നൈസായി. മച്ചാനെ, ഒരു ബർഗർ വാങ്ങിച്ചിരട്ടെ. അയ്യോ വേണ്ട ബ്രോ, ഞാൻ ഡയറ്റിലാണ്. എന്റെ ട്രെയിനർ കണ്ടു കഴിയുവാണെങ്കിൽ എന്നെ തൂക്കിക്കൊള്ളും. ഡയറ്റിലാണെങ്കിൽ കഴിക്കണ്ട. ഡയറ്റ് ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും അങ്ങനെ കഴിപ്പിക്കത്തില്ല. പിന്നെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് വരുമ്പം ഇതെന്താ, ഹോട്ട് ഡോഗ്സ് വിൽക്കുന്നൊരു കടയാണ് കേട്ടോ. ഇവിടെ ഒന്നും ആൾക്കാരെ കാണാനായിട്ടില്ല. ഇവരൊക്കെ രാത്രിയിലേ വരത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രാത്രിയിൽ ഇവിടെ നൈസാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതാരാ? ഒരു മുട്ട.
ഇത് പാൻ്റ് ഒന്നും ഇടാതെ വന്നേക്കുന്നു. അയ്യോ നാൻ ബ്രോ എന്നെ വീഡിയോ കാണിക്കല്ലേ, ഞാൻ അറിയാണ്ടൊന്ന് പാൻ്റ് ഇടാതെ വന്നതാണ്, എന്നെ കാണിക്കല്ലേ, വിട് 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 വിട്. ഗൈസ് ഫോണും പേഴ്സും ഒക്കെ മറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ട് പാൻറ് മറക്കുന്നത് ഞാൻ. പിന്നെ തന്നെ ഇവിടെ നടുക്കോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മ്യൂസിക് ഷോയുടെ സംഭവമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൊളിയാണ് ഈ ഒരു ഏരിയ. ഗൈസ് ഫുൾ ഒരു നൈറ്റ് ലൈഫിൻ്റെ ഒരു ഏരിയ ആക്കുവാണെങ്കിൽ നൈസ് ആയിരിക്കും. ഞാൻ ദാ ഇപ്പോൾ ഒരു 3 മാച്ചും കൂടെ കളിച്ചിട്ടുണ്ട്, 2 എണ്ണത്തിലും ഞാൻ ജയിച്ചു കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ഗൈസ്, നിങ്ങൾ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കളിക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.